ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവരും കൂടെ പോകുന്നത് വർക്കലോട്ടാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരു ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് നാളായി. അങ്ങനെ ഫൈനലി സക്സസ്ഫുൾ നടന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാണുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്ന 8 നിലയിൽ പൊട്ടാറാണ് പതിവ്. പക്ഷേ ഇതെന്തായാലും ഒരു പ്രശ്നവുമില്ലാതെ നടന്നു. ഗൈസ്, നമ്മളങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. ചായക്കടയിൽ തൊണ്ടവേദന ആയതുകൊണ്ട് ചായ വാങ്ങിച്ചു ചായ കുടിച്ചിട്ട് വരാം. ചായ നമ്മളങ്ങനെ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മളൊരു ചായയും പിന്നെ ഒരു കടിയും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ തൊണ്ട അടിച്ചുപോയി ഗൈസ്. ഭയങ്കര വെതർ ചേഞ്ച് ആയതുകൊണ്ട് പെട്ടെന്ന് തൊണ്ട അടിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ തൊണ്ടയ്ക്ക് ചെറിയ കിച്ച് പ്രോബ്ലം ഉണ്ട്. നമ്മൾ നേരെ ഇനി വർക്കല ചെന്ന് മാത്രമേ നിർത്തുള്ളൂ. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. വീട്ടിലുള്ളവർ കൈയും കാലും പിടിച്ചിട്ടാണ് പോകുന്നതിൻ്റെ അഹങ്കാരവും നമുക്കില്ല കേട്ടോ. മാക്സിമം നമ്മൾ പോകുന്ന വഴിക്കും എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാണിച്ച് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്താണല്ലോ. ഈ കാണുന്ന കുട്ടിയാണ് നമ്മുടെ കൂട്ടത്തിലെ പ്രോ ഡാൻസർ, ഡാൻസ് മാസ്റ്റർ വിക്രം. കൂട്ടത്തിലെ പ്രോ ഡാൻസറാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. രണ്ട് സ്റ്റെപ്പ് എവിടെ ഏത് പറമ്പിൽ കൊണ്ട് നിർത്തിയാലും അവിടെ കളിച്ചോളൂ. പ്രോ ഡാൻസ് എവിടെ കൊണ്ട് നിർത്തിയാലും അവിടെ ഡാൻസ് കളിക്കും. കൊച്ചിനൊരു അങ്ങനെ നാണക്കേടൊന്നുമില്ല. എവിടെ വേണം കളിക്കും. അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ പ്രശ്നം. നമ്മൾ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വിശന്നു കേട്ടോ എല്ലാവർക്കും. കാരണം വെച്ചാൽ ഒരുപാട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുവിധം താമസിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല വിശന്നു. അങ്ങനെ നമ്മൾ നേരെ വർക്കലുള്ളൊരു ഷാപ്പിലോട്ട് പോകുന്നു. അങ്ങനെ ഷാപ്പിൽ ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഷാപ്പിൽ വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാണ് ഈ കുളത്തിന് മീൻ പിടിച്ചാണ് ഗൈസ് നമുക്ക് പൊരിച്ച് തരുന്നത്. ഇതെന്തൊരു മീനടാ? ഇതിൻ്റെ എന്തൊരു മീൻ കിടക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ വന്നത് വർക്കല തന്നെയുള്ള തോട്ടിങ്കര എന്ന് പറയുന്ന ഒരു ഷാപ്പിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് എന്നൊക്കെ പറയുന്ന അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഒരു രക്ഷയില്ലാത്തതാണ്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഏത് ഫുഡ് വാങ്ങണം, എന്ത് വാങ്ങണം എന്നുള്ള ചർച്ചയാണ് നിങ്ങളീ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കള്ള് പോകുന്നുണ്ട് ഗൈസ്. എങ്കിലും നമ്മൾ കള്ള് വാങ്ങത്തില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അബിൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കള്ളൊന്നും വാങ്ങിയില്ല. അങ്ങനെ അതിന് നമ്മൾ ഓർഡർ ചെയ്ത് എന്തെന്ന് വെച്ചാൽ കപ്പയും അപ്പവും അതുപോലെ തന്നെ പോർക്ക് റോസ്റ്റും താറാവ് റോസ്റ്റും ആയിരുന്നേ. എനിക്ക് പോർക്ക് റോസ്റ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. താറാവ് റോസ്റ്റ് ഞാനെടുത്ത് നോക്കി, പക്ഷേ എനിക്കതിൻ്റെ മസാല ഇഷ്ടപ്പെടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ വയ്ക്കാൻ താറാവ് കറിയാണ് ഗൈസ് ഇഷ്ടം. പക്ഷേ എനിക്ക് പോർക്ക് റോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ച് നിങ്ങൾക്ക് നമ്മളെ പ്ലേറ്റ് കാണാൻ മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചൊക്കെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ചർച്ച എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിഞ്ഞു അടുത്ത ബില്ലാര് കൊടുക്കും, അതാണ് അടുത്ത ചർച്ച കേട്ടോ. അതിൽ അഭിനടുത്ത് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ ഓസ്കാർ അവാർഡ് എബിന് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക്. കള്ളിന് ഞാൻ ആലപ്പുഴയിൽ അച്ഛൻ മേടിച്ചോണ്ട് വന്നേണ്. അത് ഗൈസ് ഞാൻ തള്ളുന്നതല്ല. എനിക്ക് കള്ള് കുടിച്ചപ്പോൾ ഒരു ഷീറ്റിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ് തോന്നിയത് കേട്ടോ. എനിക്കതുകൊണ്ട് അത് വലിയ ഇഷ്ടമല്ലേ. ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ബില്ല് വരും. ബില്ല് അടയ്ക്കുന്ന അബിനാണ്. അബിൻ പറയൂ. ബില്ല് വരുമ്പം ഇപ്പം അബിൻ ഇവിടുത്തെ പ്ലേറ്റ് കഴിവാന്ന് പറഞ്ഞിട്ടുണ്ട്. അബിനുള്ള സിനിമ ആടുള്ള സിനിമയെ പോലെ ഇങ്ങനെ പേശി ആ ഗൈസ് നിങ്ങൾ പ്ലേറ്റ് നോക്കൂ. വന്നതും എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. കാണിക്കടി പ്ലേറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഓടുന്ന താറാവിൽ എങ്ങനെയാണ് ഗൈസ് നമ്മൾ റോസ്റ്റ് അടിച്ച് കഴിച്ചത്. എനിക്കത് ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. പിന്നെ കൊന്നഭാവം തിന്നാ തീരുമെന്നാണല്ലോ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഞാനങ്ങ് ഓക്കെ, എൻ്റെ വിഷമം ഞാൻ മാറ്റി വെച്ചു. സംഭവം കാണാനൊക്കെ അടിപൊളിയാണ്.
ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫാമിലി ആയിട്ട് വന്നിരുന്നു. ഇത് കാണാനൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ വർക്കല വരുന്നവർ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. സംഭവം ഫുഡൊക്കെ കുഴപ്പമില്ല. എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ പേടിക്കണം ഗൈസ്, എൻ്റെ തൊണ്ടയൊന്ന് ഫുൾ അടിച്ചു പോയിരിക്കണം. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ടും നെല്ലിക്ക ഉണ്ടല്ലോ, ചുമന്ന നെല്ലിക്ക, അതും കിട്ടിയായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ ഒരു അങ്കിളിൻ്റെ അടുത്ത് ഉപ്പും മുളകുപൊടിയും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തന്നിട്ട് പാവങ്ങളായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കഴിച്ചു. ഒടുക്കത്തെ പുളിയായിരുന്നു. ഞാൻ ഒന്ന് കഴിച്ചതോടെ തന്നെ ഞാൻ തിരിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചെല്ലാം തളർന്ന് ഗൈസ്. സത്യം നമ്മൾ പൊട്ട വെയിലിനായിരിക്കും വർക്കലെത്താൻ പോണത്. നല്ല വെയിലായിരിക്കും അവിടെ ചെല്ലുമ്പം. സൺസെറ്റിന്റെ സമയമുള്ളൂ. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പോൾ ഉച്ചയായിപ്പോയി. ഇനി സൺസെറ്റ് പോയി കാണാം. അങ്ങനെ നമ്മൾ നേരെ അവിടെ തിരിച്ചു. അതിനിടയിൽ യൂട്യൂബർ ഐശ്വര്യ അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് പുച്ഛം മാത്രം ഇട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ വർക്കല എത്തി. അങ്ങനെ വർക്കല എത്തി ഗൈസ്, നമ്മളങ്ങനെ വർക്കല ക്ലിപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. സമയം എത്ര ഐഡി? സമയം നട്ടുച്ച, ഒടുക്കത്തെ വെയിൽ. അതെ ഗൈസ്, നമ്മൾ ചെന്നത് നല്ല ഒടുക്കത്തെ വെയിലായിരുന്നു. സൂര്യൻ വന്ന് നല്ല എൻ്റെ ഉച്ചിന്തലയിലെന്ന് പറയില്ലേ, അതേ കണക്ക് ഉദിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. എങ്കിലും പക്ഷേ വർക്കല നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഏത് ടൈമിൽ പോയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമല്ലോ. പറ്റും. അതൊക്കെ കഴിഞ്ഞ് അവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന്. അധികം നേരം ഞാൻ നോക്കാൻ നിന്നില്ല, എനിക്ക് വെയിലത്ത് നിന്ന് തലവേദന എടുക്കുമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അവിടെ ക്ലിഫിലൂടെ നടന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സാധനങ്ങളൊക്കെ കിടക്കുന്ന ലോബ്സ്റ്റർ ആണെന്ന് തോന്നുന്നു ഗൈസ്. ആ സാധനത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞ് പേടിച്ചു ഓടുന്ന വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മളൊരു കഫേയിൽ കയറി. ഓൾറെഡി നമ്മൾ വയറെല്ലാം ഫില്ലായിരുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. കോഫി തൊണ്ടയില്ല, അടങ്ങിങ്ങനെ സൗണ്ട് പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് കിട്ടില്ല സാധനം കേട്ടോ. ചെറിയൊരു കയ്പുണ്ടെങ്കിലും കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. കോൾഡ് കോഫിയും കുറിച്ച് നോക്കിയില്ല. അടിപൊളി സാധനം കേട്ടോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ഒടുക്കത്തെ തൊണ്ടവേദനയാണ്. എങ്കിലും ഞാൻ അഹങ്കാരി ആയതുകൊണ്ട് ഞാൻ കോൾഡ് കോഫിയാണ് കഴിച്ച് കഴിച്ചത്. എൻ്റെ മീത് എന്തിനും മുഖം ഇരുണ്ടിരിക്കുന്നത്. ഞാൻ കോൾഡ് കോഫിയെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫുഡ് കണ്ടപ്പോൾ മറന്ന് മൈൻഡ് വരും ചെയ്യുന്നില്ല. ഈ സാധനം നമ്മൾ ഓർഡർ ചെയ്യാത്തതാണ്. ചോക്ലേറ്റ് അതെ ഗൈസ്, ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല, പക്ഷെ കൊണ്ടുവച്ചപ്പോൾ അതൊന്നും നോക്കിയില്ല, എടുത്തും കുടിച്ചായിരുന്നു. എനിക്ക് പറയുമെങ്കിലും നമ്മൾ അവസാനം ബില്ലെടുത്ത് ഇറങ്ങി കേട്ടോ. അതിൻ്റെ വിഷമം എൻ്റെ കൊച്ചിൻ്റെ മുഖത്തുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അരിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ബില്ലിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നതാണ്. എനിക്കൊന്നുകൂടെ അങ്ങനെ അവസാനം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ഇങ്ങനെ ചെറിയൊരു ലൈബ്രറി പോലെയൊക്കെ ഉണ്ട്. പിന്നെ ബുക്കൊന്നും വായിക്കാനല്ല, കണ്ടതല്ലേ എന്ന് വെച്ച് എന്തൊക്കെയോ എടുത്ത് നോക്കുന്നതാണ് ഗൈസ്, വെറുതെ ഷോ. അതൊക്കെ കഴിഞ്ഞ് മിറർ കണ്ടപ്പോൾ നമ്മൾ ചാടി അവിടെ വീണു. മിറർ സെൽഫി എടുക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അതുവഴി പോയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇത് ഞാനൊരു എൻ്റെ അടുത്ത് അൻരാജ് പറഞ്ഞ് ഞാൻ അതിൽ കയറി പിടിച്ച് എനിക്ക് എർത്തടിച്ചു ഗൈസ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി, പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല ഗൈസ്. ഇവളതിൽ കയറി പിടിച്ച് എർത്തും അടിച്ചു കേട്ടോ സംഭവം. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് വന്നു. എല്ലാവരെയും കണ്ടോ ഗൈസ്, എല്ലാവരും അണഞ്ഞു. രാവിലെ വന്നൊരു ഫോമേ അല്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സെറ്റ് ആയിക്കോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ട്രിപ്പീസ് ലൈഫിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കോലം കാണാൻ മനസ്സിലാവും. വെയിലൊക്കെ കൊണ്ട് എല്ലാവരും കരിഞ്ഞു വാടിയിരിക്കുകയായിരുന്നു. സൺസ്ക്രീൻ എന്ന് പറയുന്നൊരു സംഭവം കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് നിന്ന്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഫുൾ ക്രിസ്മസ് തീമിലുള്ള ഡെക്കോറൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ ക്രിസ്മസ് ട്രീ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ക്രിസ്മസ് ട്രീ ആണ് അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് സംഭവം നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. പക്ഷേ നമുക്ക് സീ വ്യൂവിൻ്റെ അവിടെ അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ വേറെ എന്തോ ഫംഗ്ഷനോ അങ്ങനെ എന്തോ നടക്കുകയായിരുന്നു. അങ്ങനെ അധികം നേരം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നല്ല റഷ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആളുകൾ
വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു കഫേയിലോട്ട് വന്നു. കഫേ സാർവ എന്ന് പറയുന്നൊരു കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ വന്ന് പിന്നെ ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ്. അങ്ങനെ അവിടെയും ഞാൻ മിറർ കണ്ടു. മിററിൽ ഞാൻ ചാടി വീണു. മിറർ കണ്ടാൽ അപ്പം ഞാൻ ഫോട്ടോ എടുക്കും ഗൈസ്. മിറർ കണ്ടാൽ നിങ്ങളും ഫോട്ടോ എടുക്കാറില്ലേ? എൻ്റെ ഒരു ഇതിലേക്കുള്ള എല്ലാവരും എടുക്കാറുണ്ട്. നമ്മൾ മിറർ കണ്ടാൽ അപ്പം ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ക്ലിഫിലോട്ട് തന്നെ വന്നു കേട്ടോ. ഇതായിരുന്നു കറക്റ്റ് ടൈം എന്ന് പറയാനുള്ളത്. എൻ്റെ പൊന്നെ ക്ലിഫിൽ വരാനുള്ള നല്ല സൺസെറ്റിൻ്റെയൊക്കെ ആ ഒരു ടൈമായി വരുന്നേ ഉള്ളായിരുന്നേ. അതുപോലെ തന്നെ നല്ല കാറ്റും പിന്നെ നമ്മൾ കയറി കഫേയിൽ ആ പാട്ടും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കഫേയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ഹണി ചിക്കൻ, പിന്നെ ഞാനൊരു മസാല ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ തൊണ്ട മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മസാല ടീയും പറഞ്ഞു. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കഴിച്ചു. അങ്ങനത്തെ ഇന്നത്തെ ഡേ എന്തായാലും ഒരു കിടിലായിട്ട് പോയി. ഇത്രയും നേരം എൻ്റെ വീഡിയോസൊക്കെ ക്ഷമയോടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. ബൈ.